കുറേ നാളായില്ലേ നമ്മൾ ചീരയും മുരിങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കറിയായിട്ട് നല്ലൊരു ചീരക്കറിയാണ് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിടി ചീര ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് നല്ലൊരു കറി വെക്കണമല്ലോ. ചീരയും അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി കറിയാണ്. പെട്ടെന്ന് രാത്രിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ കറിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ വീട്ടിൽ കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ ചീര മുരിങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പരിപ്പിട്ടിട്ട് ഒരു അടിപൊളി കറി ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. എൻ്റെ കയ്യിലുള്ള ആ ഒരു പിടി ചീരയാണ് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ളത് പരിപ്പാണ്. അപ്പോൾ പരിപ്പ്, അതുപോലെ പച്ചമുളക്, കുറച്ച് ഉള്ളി, അത്രയും നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് ഫസ്റ്റ് തന്നെ ഞാൻ കഴുകി. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പാണ് ഞാൻ എടുത്തത്. സാമ്പാർ പരിപ്പ് നമ്മൾ കുക്കറിലിട്ടിട്ട് 2-3-4 വിസിൽ നന്നായി പരിപ്പ് ചെറിയുള്ളി അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യണം. ഫസ്റ്റ് പരിപ്പ് അവിടെ നിന്ന് വേവട്ടെ. ഞാൻ പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ചധികം കുരുമുളകും ചെറിയുള്ളി കഴുകി അതുപോലെ പച്ചമുളക് കുറച്ച് നേരം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പരിപ്പ് അവിടെ നിന്ന് വേവട്ടെ. ഞാൻ പിന്നെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ചധികം കുരുമുളകും ചെറിയുള്ളി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് അത്രയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അമ്മ ചീനച്ചട്ടിയിൽ ഇങ്ങനെ കറി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞാനും ചീനച്ചട്ടി തന്നെ എടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഏത് പാത്രത്തിലെ കറി ഉണ്ടാക്കണ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, നമ്മൾ ഈ ചതച്ച് വെച്ചിട്ട് പൊടിക്കുക, പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പിട്ട് പൊടിക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ സ്പൈസസ് കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. അതെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അരിഞ്ഞിരിക്കുന്ന ചീര അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചീരയെല്ലാം വേഗം വേവുമല്ലോ. അതുപോലെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് ചീരയെല്ലാം ഫ്രൈ ആയിട്ട് പകുതിപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മഞ്ഞപ്പൊടി കിട്ടണം. നല്ല കളറായിട്ട് നന്നായി വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഫ്രൈ ആക്കി ചീരയിലേക്ക് അങ്ങ് ചേർത്ത് വേവിച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പുണ്ടല്ലോ അതിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ നന്നായി മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പണി ആവശ്യത്തിന് ഈ സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നന്നായി നമ്മൾ മാഷ് ചെയ്യും. പിന്നെ ആവശ്യത്തിനുള്ള പത്തിക്കോലോ അല്ലെങ്കിൽ തൈര് കടലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നന്നായി അങ്ങ് അത്രയും ചേർത്ത് കയ്യിൽ നന്നായി ഒന്ന് തിളക്കാനായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെച്ച് കൊടുക്കാം. നന്നായി മിക്സ് ആക്കി കൊടുക്കാം. സംഭവം സൂപ്പർ തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണെങ്കിലും നല്ലൊരു മണം. ഞാനതിന് കുറച്ചുകൂടി ഭംഗിയാക്കാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ കൂടി കറി എന്താണെങ്കിലും ഉഷാറാണ്. അതുകൂടി ചേർത്ത് നല്ലൊരു മണം കിട്ടി. ഇത് കുറച്ച് നേരം സിമ്പിളാണ്, ഈസിയാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വേറെ ഇഷ്ടത്തിലേക്ക് മാറ്റിയതാണ്. നല്ല അടിപൊളി ചീരാപ്പരിപ്പ് ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചപ്പാത്തിക്കോ ചോറിന്റെ കൂടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കറികളൊക്കെ എല്ലാവർക്കും ഒരുപാട് അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും അടുത്ത വീഡിയോയിൽ ചൂട് ചോറിന്റെ കൂടെ ഈ ചീര പരിപ്പ് കറി സൂപ്പർ കോമ്പിനേഷൻ. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈസിയാണ്, സബ്സ്ക്രൈബ് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയാണ്. എല്ലാവർക്കും നല്ലതാണ് കഴിക്കാൻ.